മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാൻ. അമ്മേ സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. നീ പകർന്ന നറുപാൽ തുളുമ്പുമൊരു മൊഴിതൻ ചെറുചിമിഴിൽ പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ. അമ്മേ ഇനിയുണരാനൊരു സ്നേഹഗാഥ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഹലോ, അതെ ദൈവവിലാസം ലോഡ്ജാണ്. റൂം ഉണ്ടാന്നാ? അയ്യോ റൂമില്ല. എടോ തനിക്കറിയാല ഇപ്പൊ തീർത്ഥാടന സീസണാണ്, ഇവിടെ റൂമൊന്നും ഒഴിവില്ല. ആ ഓക്കെ എന്നാ. ഡേ വെരിച്ചാമി, അന്ത റൂമിൽ ചായ കൊടുത്താച്ചാ? ആ இந்த റൂമെല്ലാം ക്ലീൻ പണി വെക്ക്. ഓക്കെ എന്നാ. കുറെ ആൾക്കാരും വരും, റൂമും മേടിക്കും. ഒറ്റ എണ്ണത്തിന് വൃത്തിയില്ല. റൂം വേണമായിരുന്നു. എന്തോ ഒരു റൂം വേണമായിരുന്നു. അയ്യോ ഇവിടെ റൂമൊന്നും വിലക്ക് കൊടുക്കുന്നില്ല. വിലക്കല്ല, വാടകയ്ക്ക് റൂം വേണമായിരുന്നു. വാടകയ്ക്ക്? അവിടെ വാടകയ്ക്ക് റൂമില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവണം. എനിക്ക് വാടകയ്ക്ക് റൂം താട്ടെ, ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. എടോ ഞാൻ കുറച്ച് മുമ്പ് ഫോണിൽ പറയണത് ഞാൻ കേട്ടില്ലേ? ഇവിടെ ഈ തീർത്ഥാടന സീസണാണ്, ഇപ്പൊ റൂമൊന്നും ഇവിടെ ഒഴിവില്ല. പോയാ ഇവിടുന്ന്. ചേട്ടാ അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ, ഞാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരും, അതുകൊണ്ട് എനിക്ക് വാടകയ്ക്ക് റൂം തന്നേ പറ്റൂ. പ്രത്യേകിച്ച് ഞങ്ങൾ പരിചയമില്ലാത്തവർക്ക് റൂം കൊടുക്കാറില്ല. പരിചയമില്ലാത്തവർക്ക് റൂം കൊടുക്കാറില്ല? കൊടുക്കാറില്ല കൊടുക്കാറില്ല അല്ലേ? ഇല്ല. ചേട്ടന്റെ പേരന ചേട്ടന്റെ
എന്റെ പേര് സൂണൻ. എന്റെ പേര് രാജു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും 2 മക്കളും ഉണ്ട്. എനിക്കും തന്നെ വീട്ടിൽ 2 ഭാര്യയും മക്കളും, 2 ഭാര്യയല്ല 1 ഭാര്യയും 2 മക്കളും ഉണ്ട്. പിന്നെ അനിയൻ ഗൾഫിലാണ്. ആണോ? ഇത് എന്റെ അനിയനും ഗൾഫിലാണ്. ആണല്ലേ? ഇവിടെ കുരുമുളകിനൊക്കെ ഭയങ്കര വില ഇടിവാണല്ലേ? കുരുമുളകിന് ഇപ്പൊ ഭയങ്കര വില ഇടിവാണെന്ന് പറയുന്നത്. പക്ഷെ കാപ്പിക്ക് അടിപൊളിയാണ്. കാപ്പിയൊക്കെ എന്നാ ടേസ്റ്റ് ആണല്ലേ? പിന്നെ ഏലം ഉണ്ടല്ലോ, കുതിച്ചു വീരും. ലേലത്തിലല്ലേ പോണത്? പിന്നെ അല്ലാതെ ഇനി റൂം തരാൻ പാടില്ലേ? അല്ല, നിങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി റൂം തരാൻ പാടില്ലേ? ഓടെ അവിടുന്ന് ഒരു റൂമൊന്നുമില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിക്കോളും ഓരോരുത്തന്മാര്. ഇതെന്ത് ലോഡ്ജാണോ? എന്ത് ലോഡ്ജാണ്? എന്ത് ലോഡ്ജാണോ? ഇത് ദൈവവിലാസൻ ലോഡ്ജ്. ദൈവവിലാസൻ ലോഡ്ജ്. ഒരു ദൈവവിലാസൻ ലോഡ്ജ്. എടോ, ആ 314 നമ്പർ റൂമിൽ എന്ത് വെള്ളമാണോ ബാത്റൂമിൽ നിന്ന്? 314 നമ്പർ റൂമില് പൈപ്പ് പൊട്ടിട്ടാന്ന് തോന്നുന്നു. റൂം നിറച്ചും വെള്ളം. താനിവിടെ റൂം എടുക്കാൻ വന്നപ്പോ ഞാൻ എന്തുവാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വെള്ളത്തിന് ഒരു കുറവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നോ? ഇപ്പൊ കുറവുണ്ടോ? കൂടുതലല്ലേ ഉള്ളൂ. ഇത്രയും വെള്ളം ഉണ്ടാവും ഞാൻ കരുതിയില്ല. അത് മാത്രാണോ നിങ്ങളുടെ ലോഡ്ജ്? എന്ത് ലോഡ്ജാണോ? എന്ത് ലോഡ്ജ്? എടോ, എന്റെ റൂമിൽ ഇരുന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും കാണാലോ. തന്റെ റൂമിലിരുന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും കാണാൻ പറ്റുമെന്ന്. അനാവശ്യം പറയരുത്. എന്ത്? ഈ ലോഡ്ജിന് ഭയങ്കര അടച്ചുറപ്പുള്ള ലോഡ്ജാണ്. ഇവിടെ ഒരു റൂമിൽ നടന്ന വേറെ റൂമിൽ നടക്കുന്ന ഒരു കാര്യം അറിയാൻ പറ്റില്ല. എന്റെ റൂമിൽ ഇരുന്ന തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും കാണാം. എടോ, 314 റൂം എന്നല്ല, ഒരൊറ്റ റൂമിൽ പോലും തൊട്ടടുത്ത റൂമിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഞാൻ എന്റെ റൂമിൽ വന്ന് നിന്നാൽ തൊട്ടപ്പുറത്തെ റൂമിൽ നടക്കുന്ന സകല വൃത്തികേടുകളും ഞാൻ കാണിച്ചു തരാം. എങ്ങനെ കാണാനോ? എടോ, എന്റെ റൂമിൽ കിടക്കുന്ന മേശയല്ലേ, ആ മേശ പിടിച്ച് ഭിത്തിയുടെ അരികിലേക്ക് ചേർത്തിട്ടിട്ട് ആ കസേര എടുത്ത് അതിന്റെ മുകളിൽ ഇട്ടിട്ട് ബാത്റൂമിൽ നിന്ന് ആ ബക്കറ്റ് എടുത്ത് അതിന്റെ മുകളിൽ കമത്തി വെച്ചിട്ട് ആ മഗ് എടുത്ത് അതിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ കേറിയിട്ട് ആ വെന്റിലേറ്റർ വഴി താഴേക്ക് നോക്കിപ്പെട്ടല്ലോ തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന സകല വൃത്തികേടുകളും എനിക്ക് കാണാൻ പറ്റും. നീ ആള് കൊള്ളാല്ലോ. എടോ, എന്തിനു കൊള്ളാറില്ല കക്കൂസൊക്കെ? ഏത് കക്കൂസ്? ആ കാണുന്ന കക്കൂസ് ഉണ്ടാ? അതൊക്കെ ഒന്നും മര്യാദക്ക് വൃത്തിയോടെ സൂക്ഷിക്കാൻ പാടുള്ളൂ. ആ നീല പെയിന്റ് അടിച്ചത് അതാ? അത് കക്കൂസല്ലത്. പിന്നെ ഇവിടുത്തെ കിച്ചനാണത്. ഇവിടുത്തെ കിച്ചണാണ്. അവിടെ നിന്നെങ്ങാനും ചായ എന്റെ റൂമിൽ കൊണ്ടുവന്ന ചവിട്ടിയാനെല്ലാം പിടിക്കും. മാത്രമാണ് ഇത് എങ്ങനെ നിങ്ങളുടെ റൂമിൽ കിടക്കും? നിങ്ങൾ പറ. എന്ത്? എങ്ങനെ കിടക്കും? എടോ, റൂം നിറച്ച് എലികളല്ലേ, എങ്ങനെ കിടക്കും ഞാൻ? ഏത് റൂമില്? 314 നമ്പർ റൂം നിറച്ച് എലികളാണ്. നുണ പറയരുത്. എന്താണ് പറയണത്? മൂർക്കം പാമ്പ് അടയിരിക്കണ മുറിയിൽ എലികൾ വരാനാണ്. പാമ്പൊക്കെ അടയിരിക്കണ മുറിയിലാണ് മനുഷ്യനെ കൊണ്ട് കിടത്തിക്കണേ. അത് മാത്രമാണ്. പിന്നെ എന്തുട്ട് ഫാനാണോ അവിടെ കിടക്കുന്നത്? ഫാനിനെ കുറ്റം പറയല്ലേ. ഫാനിനെ കുറ്റം പറയല്ലേ. ഞങ്ങളുടെ ലോഡ്ജിലെ ഫാനിനെ കുറ്റം പറയല്ലേ. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഫാൻ കിടന്ന് ആടണത്? എന്ത്? 314 റൂം, 314 നമ്പർ റൂമിലെ ഫാൻ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് ആടണത് ഇങ്ങനെയാണെന്ന്. അതിനിപ്പോ ആടണിപ്പോ എന്താ കുഴപ്പം? അത് പൊട്ടി താഴേട്ട് വീണ എന്റെ തലയിൽ വീണ താ സമാനം പറയൂ. 314 നമ്പർ റൂമിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴുന്നു. എടോ, വേറെ ഏത് റൂമിന്റെ കാര്യം പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം. പക്ഷെ 314 നമ്പർ റൂമിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴൂല്ല. ഞാൻ പറയണ ആ ഫാനിന്റെ ആട്ടം കണ്ടിട്ട് അത് പൊട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട്. റൂം നമ്പർ 314 അല്ലേ? അതെ. അതിലെ ഫാൻ പൊട്ടി താഴേക്ക് വീഴൂല്ല. പൊട്ടി താഴേക്ക് വീഴും. എടോ, 3 പേര് ഒന്നിച്ച് കെട്ടിത്തൂങ്ങി ചത്തട്ടെ ആ ഫാൻ പൊട്ടി താഴെ വീണ. ഈ ആട്ടത്തിൽ ഫാനിന്റെ പൊട്ടി താഴെ വീണാൻ പോകും. അപ്പൊ തൂങ്ങി ചത്ത റൂമൊക്കെയാണ് എനിക്ക്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നോളൂ. ഒരു റൂം തരാമോ? നല്ല പരിചയം ഉണ്ടല്ലോ. ഇല്ല, പരിചയം ഉണ്ടോ? വഴിയില്ല. ഒരു റൂം തരാമോ? താനായിരുന്നല്ലേ? ഇവിടെ തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ ഇവിടെ റൂമില്ലെന്ന്. ഇവിടെ പോയടോ, ഇവിടെ റൂം തരില്ല. റൂമില്ല. എന്നാ ചങ്ങാതി മടുത്തല്ല ദൈവമേ. കുറെ ജന്മങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ചു. കൂടുതൽ വേറെ പേരുന്ന ഇവിടെ എന്റെ പൊന്ന് സാറ് കംപ്ലീറ്റ് ഫാമിലീസും അയ്യപ്പ ഭക്തന്മാരും മാത്രം. ഞാൻ അയ്യപ്പ ഭക്തന്മാരും ഫാമിലീസും അതിനെന്തോ ഒരു കളി ഉണ്ടല്ലോ. അയ്യപ്പ ഭക്തന്മാരും ഫാമിലീസും. എന്റെ പൊന്ന് സാറ്, സാറിന് അറിയാലോ ഇത് ദൈവവിലാസം ലോഡ്ജാണ്. ഞങ്ങൾ ദൈവത്തെ വിളിച്ചോണ്ടാണ് ഈ ലോഡ്ജ്. ദൈവത്തെ വിളിക്കും. ഇതാണ് ചന്ദ്രശേഖർ തൃശ്ശൂർ ഉണ്ടോ? ചന്ദ്രശേഖർ ഫാമിലിയാണ്. അപ്പോഴേ അറിയാമല്ലോ, ഗവൺമെന്റ് എന്ന് വിട്ടയാണ് എന്നെ. തീവ്രവാദികളുടെ ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്. എന്നോട് കളിക്കരുത്, ഞാൻ പൊക്കും. അപ്പൊ ഞാൻ പോവാ. പോവാൻ പറ്റുന്ന കൈ വെച്ചു കൈക്കൂലി തരുവാ നീ എനിക്ക്. എന്റെ പട്ടി മേടിക്കും. പിന്നെ വരാം. ആയിക്കോട്ടെ. സുഹൃത്തെ, 304 ഞാൻ താമസിക്കുന്നത്. 304 അല്ലേ?
300. എന്താ സാർ? ഒരു 5:30 മണിക്ക് എന്നെ ഉണർത്തിയേക്കണം. 5:30 മണിക്ക് വിളിച്ചുണർത്തി. വെളുപ്പിന് 5:30 മണിക്ക് വെളുപ്പിന് സാറിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. എവിടെ പോകാൻ? അമ്പലത്തിൽ പോകാൻ. അമ്പലത്തിൽ പോകാൻ. ഓക്കെ. സാറിന്റെ പേരെന്ന് പറഞ്ഞേ? ശശാങ്കൻ. ശശാങ്കൻ സാർ. ശശാങ്കൻ സാറിന്റെ 304 റൂം അല്ലെ? 5:30 മണിക്ക് വിളിക്കണം. ഓക്കെ, മറക്കല്ലേ? 5:30 മണിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. 5:30 മണിക്ക് വിളിച്ചോളാം. ഇങ്ങനെയുണ്ടല്ലോ ആൾക്കാർ. കേട്ടോ, എന്തോ ഒരു റൂം വരാവോ? ഈ ഷർട്ട് നല്ല പരിചയം ഉണ്ടല്ലോ ഇത്. ഇല്ലില്ല, ഇത് ആദ്യമായിട്ട് വരുന്ന ഷർട്ടാ. അയ്യോ, ഇവിടെ തന്നോട് പല വട്ടം ഞാൻ പറഞ്ഞില്ല ഇവിടെ മുറിയില്ല 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 എന്ന്. ഇത് വലിയ ശല്യമായാലും എന്താ റൂമില്ലാത്ത? ഇതന്നെ എനിക്ക് പറയാനുള്ള വലിയ ശല്യമായാലും പോണോ അവിടുന്ന്. റൂമും ചോദിച്ചോണ്ട് ഇത് ആരൊക്കെ ഇത് എവിടേക്ക് പോണ? ഡോ 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 ഇവിടെ വാ, ഇവിടെ വാ. ഇതെവിടെ പോണ്? അയ്യോ, മറന്നുപോയി കേട്ടോ. എന്തെന്ന്? ഞാനങ്ങ് മറന്നുപോയി. ഇതാരി 1 രൂപ. ഇതെന്താണ് 1 രൂപ? അത് ഞാൻ മൂത്രമൊഴിച്ചല്ലേ ഉള്ളൂ. മൂത്രമൊഴിക്കാനേ? ഏതോ ഇത് ലോഡ്ജാണിത്. ലോഡ്ജാണ്. അപ്പൊ ഇത് കമ്പൻസേഷൻ അല്ലേ? എന്നാ വൃത്തികെട്ട മണമാണ്. അതൊന്ന് വൃത്തിയാക്കിടാ. ഞാൻ തന്നെ കുളിച്ചിട്ട് 3 ദിവസമായി. പിന്നെയാണ് ഇനി ലോഡ്ജ് വൃത്തിയാക്കാൻ. വണ്ടി അവിടെ ഇട്ടാൽ മതി, ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇട്ടാൽ മതി. ഞാൻ മല ചെയ്തോളാം. ലിസ്റ്റ് 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 ഇന്നത്തെ ഇവിടെ ഞങ്ങൾ വരുന്നത് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നില്ല. നിങ്ങൾ ദൈവത്തെ വിളിക്കോ, ദൈവത്തെ വിളിക്കാനൊക്കെ എന്തെങ്കിലും ചെയ്തു. എന്തുകൊണ്ടാണ് വരുന്നതെന്നറിയോ? ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യോടെ, ഞങ്ങൾ ഡ്യൂട്ടി. അത് തന്നെ പറയണത്. ലിസ്റ്റ് എടുത്തേ. നോക്ക്, ഇവിടെ ഫാമിലീസ് ആരെങ്കിലും ഉണ്ടോ? ഫാമിലീസ് ഉണ്ടോ? ഇപ്പൊ 212 നമ്പർ റൂമിൽ 212 സുകുമാരൻ നായർ വിത്ത് ഫാമിലി. സുകുമാരൻ നായർ, സുകുമാരൻ നായർ ഫാമിലി. സുകുമാരൻ നായർ ഫാമിലി എഴുതിയിട്ടില്ലല്ലോ. സുകുമാരൻ നായർ ഒപ്പ് മാത്രമേ ഉള്ളൂ. സുകുമാരൻ നായർ ഒപ്പിട്ടിട്ടുണ്ട്. ഓ, സുകുമാരൻ നായരെ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ഇവിടെ സുകുമാരൻ നായരുടെ ഫാമിലി ഇല്ലേ? അവരുടെ പേരെഴുതണ്ടേ? അവരുടെ പേര് എഴുതിയിട്ടില്ല. സുകുമാരൻ നായർ വിത്ത് ഫാമിലി. ദൈവവിലാസം ലോഡ്ജ്. 200 എത്രയാണ്? 212. ഞാൻ പോയിട്ട് വരാം. ഞാൻ അന്വേഷിക്കട്ടെ മോനെ. മനുഷ്യൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിക്കോ. സാറേ എന്തേ? എന്തു പറ്റി? താനാർക്കാ കൊടുത്ത റൂം കൊടുത്തത്? സുകുമാരൻ നായർ വിത്ത് ഫാമിലി. സുകുമാരൻ നായരും വൈഫും. ഇവിടെ പേരെഴുതി വെക്കണ്ടേ? ഈ സുകുമാരൻ നായർ കൊണ്ടത് ആരാന്നറിയോ? ആരാ? എന്റെ ഭാര്യ കൊണ്ട് വന്നിരിക്കുന്നത്. നീയൊക്കെ എന്തിനാണ് റൂം കൊടുക്കുന്നത്? പോലീസുകാരനാണ് അത്ര പോലീസുകാരൻ. പോലീസുകാർക്ക് നാണക്കെടുണ്ടാക്കാൻ വേണ്ടി ജനിച്ചേക്കണ ഓരോ ജന്മങ്ങള്. അയ്യോ, മറ്റേ സാറിനെ വിളിക്കേണ്ട സമയമായില്ല. 304. ഹലോ, ശശാങ്കൻ സാറേ. അതെ സാറേ, എഴുന്നേറ്റോ. നേരെ റിസപ്ഷനിലേക്ക് പോരുട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യണം ഇങ്ങനെ? നല്ല വനമാല. സമയം എത്രയായിട്ടോ? സമയം 3:30 മണി. 3:30 മണിയോ? ഞാൻ വിളിക്കാൻ പറഞ്ഞ എത്ര മണിക്കാ? സാറ് വിളിക്കാൻ പറഞ്ഞത് എത്ര? 5:30 മണി. 5:30 മണി. അതെ. പിന്നെ എന്തിനാ 3:30 മണിക്ക് വിളിച്ചത്? സാറിന്റെ തൊട്ടിപ്പുറത്ത് റൂമില്ലേ 303. അവിടെ കിടക്കണ മുരുകൻ അണ്ണാച്ചില്ലേ കനാല് പണിക്ക് പോണേ? മുരുകണ്ണാച്ചി. പുള്ളിക്കാരന് 3:30 മണിക്ക് പണിക്ക് പോണം. അനി മുരുകണ്ണാച്ചി പണിക്ക് പോണേ. ഞാൻ എന്നെ വിളിച്ചെന്തിനാണ്? 5:30 മണിക്ക് വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? അതെ, ഇപ്പൊ 3:30 മണി ആയല്ലോ. അപ്പൊ മുരുകൻ അണ്ണാച്ചിക്ക് പണിക്ക് പോകേണ്ട സമയം ആയതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. അതിനെന്തിനാ എന്നെ വിളിച്ചത്? 5:30 മണിക്ക് വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? എന്റെ പൊന്ന് സാറേ, ആ മുരുകൻ അണ്ണാച്ചിയുടെ കയ്യിലാണ് സാറിന്റെ ബെഡ്ഷീറ്റ് ആയിട്ട് ഞാൻ പുതയ്ക്കാൻ തന്നത്. ഇനി അത് കൊടുത്തിട്ട് വേണം പുള്ളിക്കാരനെ പണിക്ക് പോകാൻ. അയ്യോ, ഓരോ വഴികളെ ഓരം പോയി. ചേട്ടാ, ഞാൻ തന്നെയാ. എനിക്കൊരു റൂം വേണമായിരുന്നു. എന്റെ പൊന്ന് മുതലാളി, ഇവിടെ റൂമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് റൂം വേണം. ചേട്ടോ, ഇവിടെ റൂമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് റൂം വേണമെന്നേ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റൂം ഒഴിവില്ല, തരാൻ പറ്റില്ല അങ്ങോട്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണം, വാടകയ്ക്ക് റൂം വേണം. ചേട്ടോ, തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞു റൂമില്ല റൂമില്ല റൂമില്ല. ഒരു കാര്യം ചെയ്യേ, ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു റൂം തരാൻ പറ്റുമോ? 1 മണിക്കൂർ നേരത്തേക്ക്? 1 മണിക്കൂർ നേരത്തേക്ക്. ഒരു കാര്യം ചെയ്യാം, 1 മണിക്കൂർ നേരത്തേക്ക് റൂം തരാം. പക്ഷെ ഞങ്ങൾ 1 ദിവസത്തെ വാടക ഈടാക്കും. 1 ദിവസത്തെ വാടക 1 മണിക്കൂർ നേരത്തേക്കാ? 250 രൂപയാണ് വാടക. 1 ദിവസത്തെ വാടക ഞങ്ങൾ 1 മണിക്കൂർ നേരത്തേക്ക് തന്നാലും ഈടാക്കും. നിങ്ങൾ എന്നാ മനസ്സിലാടവേ? ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് 1 മണിക്കൂർ വേണ്ട, പിന്നെ ഒരു അരമണിക്കൂർ. അരമണിക്കൂർ ആയാലും ശരി, അര ദിവസം ആയാലും ശരി, ഞങ്ങൾ 1 ദിവസത്തെ വാടക ഞങ്ങൾ ഈടാക്കും. 1 ദിവസത്തെ വാടക അരമണിക്കൂറിനോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു കാ മണിക്കൂർ നേരത്തേക്ക് ഒരു റൂം കേട്ടോ. എടോ, കാ മണിക്കൂർ ആയാലും ശരി, കാ മിനിറ്റ് ആയാലും ശരി, 1 ദിവസത്തെ റെന്റ് ഞങ്ങൾക്ക് വേണം. കാ മണിക്കൂർ നേരത്തേക്ക് 1 ദിവസത്തെ റെന്റ് വേണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റൂം. 10 മിനിറ്റ് നേരത്തേക്ക് റൂം തന്നാലും ഞങ്ങൾ 1 ദിവസത്തെ റെന്റ് ഈടാക്കും പറഞ്ഞില്ല. ഇത് എന്നാ വൃത്തികെട്ട മനുഷ്യരുടെ വേണ്ടി. എന്നാ നമ്മൾ കട്ടപ്പാറയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വളർന്നോ? ഒരു കാര്യം ചെയ്യാം,
5 മിനിറ്റ് നേരത്തേക്ക് റൂം തരാൻ പറ്റുമോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ആ. ഈ 5 മിനിറ്റ് റൂം കിട്ടിയിട്ട് നിനക്ക് എന്തിനാണ് കുളിക്കാനാ? കുളിക്കാനില്ല. പിന്നെ ബാത്റൂമിൽ പോകാൻ? അല്ല. പാട്ട് കേൾക്കാനാ? അല്ലെന്നേ. കിടന്നുറങ്ങാനാ? അല്ലട ചങ്ങാതി. പിന്നെന്തിനാണ്? എനിക്കൊന്ന് കെട്ടിത്തൂങ്ങി ചാവാനടാ. இரு தோளும் தோளும் தான் ஒரசுரா, மேலும் கீழுமாய் இழுக்கிறா, முப்பாலும் கலந்து என்ன கலக்குறா, புலிமானை வேண்டுதான் ஆடிடுவே காட்டில், மான் புலியை வேண்டுதான் ஆடுமிடம் கட்டில், முன்னும் பின்னும் தான் முழுமையா, சொர்க்க நரகத்தின் கலவையா, பெண்ணிடையும் இறைவனும் ஒன்றுதான், ரெண்டும் இருந்தும் தெரிவதே இல்லை. அடி ஆதிய மாலா அந்த விழிகள் என்ன கூறிய வேளா, ஒயிலா ஒயிலா நீ சிலமிஷ பேடா, சிரிக்கி சிரிப்பு என்ன மந்திர கோலா. பகலை முதல் முறை பார்த்தேனே, இடிகளை உரசி புயல்களை அலசி நடந்தவன் நான் தானே, இது என்ன மாயா மலர் ஒன்றை பறிக்க முதல் முறை பயந்தேனே. நான் எரள வளல நீ உறைந்து உருக, நான் உணர்ந்து பருக. பக்கம் சுழலும் துணிப்பந்து திரும்பி இடப்பக்கம் சுழலுது உன்னாலே, கைப்பிடி அழகு இருக்கின்ற இதயம் பிரிந்தது குடை போலே, 20 வருஷம் பறவையை போலே சுற்றி சுற்றி திரிந்தேனே, இரண்டொரு நொடியில் உனக்குள்ளே விழுந்து முழுவதும் தொலைந்தேனே. எனக்குள் உடைய நான் உனக்குள் பழைய, நாம் நமக்குள் கரைய, நம் உலகம் உரைய, புலிமானை வேட்டைதான் ஆடிடுவே காட்டில், மான் புலியை வேட்டைதான் ஆடுமிடம் கட்டில், இன்னும் இன்னும் தான் முழுமையா, நான் சொர்க்க நரகத்தின் கலவையா, பெண்ணிடையும் இறைவனும் ஒன்றுதான், ரெண்டும் இருந்தும் தெரிவதே இல்லை. அடி ஆதிய மாலா அந்த விழிகள் என்ன கூறிய வேளா, ஒயிலா ஒயிலா நீ சிலமிஷ பேடா, சிரிக்கி சிரிப்பு என்ன மந்திர கோலா. Come on.
ഞാനൊക്കെ റെഡിയല്ലേ? നിന്നടുത്ത് ഞാൻ അപ്പൊ പറഞ്ഞാണ് ശിങ്കാരിമേളം വേണ്ട വേണ്ടാന്ന്. അതാണ് ഇവിടെ താലം പിടിക്കാൻ വന്ന പെണ്ണുങ്ങളായിട്ട് അവന്മാരപ്പുറത്ത് ശൃംഗാരമേളം നടത്തും. ഞാൻ അന്നേരം പറഞ്ഞല്ലേ വേണ്ടാന്ന്. എടാ ഇതിങ്ങനെ പോയാൽ സാംസ്കാരിക സമ്മേളനം എങ്ങനെ നടക്കും? എനിക്കൊന്നും അറിയാൻ പാടില്ല. മന്ത്രി തിരിച്ച സമയത്ത് മന്ത്രിയൊക്കെ എടാ മന്ത്രി എന്റെ സ്വന്തം ആളല്ലേ, ഞാൻ വിളിച്ചാൽ വരാതിരിക്കോ? ഈ മന്ത്രിക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഈ പുള്ളിക്കാരനല്ല പ്രസംഗിക്കാൻ ഭയങ്കര മടിയാന്ന്, പേടിത്തൊണ്ടറാണ്. പല ശൈലികളോട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ അതൊന്നും പേടിക്കണ്ട. നമ്മുടെ ഈ സ്റ്റേജിൽ പുള്ളി പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രസംഗിപ്പിച്ചിട്ടേ ഈ ഞാൻ ഉറപ്പാണല്ലോ. എടാ ഈ ദിവാറിനെ നിനക്ക് വിശ്വസിക്കാം. അത്രയും കേട്ടാ മതി. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി. എടാ നമ്മുടെ ഒളിമ്പിക്സിൽ സ്വർണ്ണം നേടിയ ചെക്കന്റെ പേരെന്താണ്? ആരോ ആണെന്ന് എനിക്കറിയാം. അവന്റെ പേര് പറ. നീ ആരോ എടാ ആരോ ആണെന്ന് എനിക്കറിയാം. നീ അവന്റെ പേര് പറയാ. അത് തന്നെയാ പറഞ്ഞത്, ആരോന്ന്. അവന്റെ ഒറിജിനൽ പേരെന്താണ്? ആരോമലി. നമ്മളെല്ലാരും ചുരുക്കി വിളിക്കണതല്ലേ ആരോ. ഇത്രയും കാലത്ത് അതറിയാൻ പാടില്ല. ഞാനൊന്ന് വിട്ടുപോയി. വിട്ടുപോരുത്. അതെ ആരോ വന്നിട്ടാ. അവനോട് ഇപ്പൊ വരാനല്ല പറഞ്ഞത്, മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വരാനല്ല ഞാൻ പറഞ്ഞത്. അതല്ലെന്ന് ആരോ വന്നിട്ടത്. എടാ അതാണ് മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അവനോട് ഞാൻ പറഞ്ഞാ. അതല്ലെന്ന് വേറെ ആരോ വേറെ ആരോ ഉണ്ട്. അതാരത് സ്റ്റേജ് സ്പേസ് എത്ര ഉള്ള സാറേ? പെട്ടെന്ന് ഒപ്പിച്ച പരിപാടിയാണല്ലോ. ഇത്രയൊക്കെ പബ്ലിസിറ്റി അനുസരിച്ച് ഇതൊന്നും പോരാ സ്റ്റേജ്. സോറി സാർ, ഇത്രയൊക്കെ ഒപ്പിക്കാനേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ ഷോ എത്ര മണിക്ക് ആരംഭിക്കണം? ഷോയാ? എന്റെ ഷോ എത്ര മണിക്ക് ആരംഭിക്കണം? താങ്കളുടെ ഷോയാ? അതെന്ത് ഷോ? പ്രച്ഛന്ന വേഷം. പ്രച്ഛന്ന വേഷം? ആരാ? പ്രഭു. ആര്യ പ്രഭു? താനാ പ്രച്ഛന്ന വേഷം? എന്റെ എന്താ പരിപാടി? ഇവിടെ എത്ര എന്റെ ഈ പഞ്ചായത്ത് എന്ത് പരിപാടി നടന്നാലും എന്റെ പരിപാടി ഉണ്ടാവും. അതെ പ്രച്ഛന്ന വേഷത്തിനൊന്നും ഇവിടെ സമയമില്ല, പോകാൻ നോക്ക്. അങ്ങനെ പറയരുത്. പ്രച്ഛന്ന വേഷം ഒന്നും എന്റെ പ്രച്ഛന്ന വേഷം നടത്തിയിട്ടുള്ള ബാക്കി പരിപാടി മതി. എടോ ഇവിടെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. 10 മണിക്ക് മന്ത്രി വരും, അതിനുശേഷം ആ ചെക്കന് സ്വീകരണം. അത്ര ഉള്ള പരിപാടി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാര്യയും മക്കളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. എനിക്കൊരു പ്രച്ഛന്ന വേഷം ചെയ്യണം. പുറത്തുവാ. ഒരു പണി അയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നതല്ലേ? ഒരു പണി താൻ അവിടെ പോയി നിൽക്ക്. ഇടക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രച്ഛന്ന വേഷം ചെയ്യാം. കാര്യം പറഞ്ഞ നമുക്ക് മനസ്സിലാവും. വിട്ടോ വേഗം വിട്ടോ. സംഭവം ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചോട്ടെ. പിന്നെ ഇനി സമയം കളഞ്ഞിട്ട് താൻ പ്രസംഗം ആരംഭിച്ചോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഗോത്രവർഗത്തിൽ നിന്നും ചാത്തന്റെയും ചിരുതയുടെയും മകനായി ജനിച്ച് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ ആരോമലിന് സ്വീകരണം നൽകുന്ന വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. മന്ത്രി എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് മനസ്സിലായില്ല. മന്ത്രി പൊക്കോട്ടെ. എവിടെ പോണ്? വീട്ടിൽ പോണ സമയമില്ല. അയ്യോ ഇവിടെ പ്രസംഗിക്കണം. പ്രസംഗിക്കാനൊന്നും സമയമൊന്നുമില്ല, ഞാൻ പോവാ. മനസ്സിലായി. സാറേ സാറിന്റെ പ്രസംഗം കേൾക്കാനാണ് ഈ മൊത്തം ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രസംഗിക്കാൻ സമയമില്ലെന്ന്. സാർ അങ്ങനെ പറയാം. സാറ് പ്രസംഗിക്കണം. അതെ. മഞ്ഞ ഷർട്ടിട്ട ആൾ എന്നെ തന്നെ നോക്കണ്ടല്ലോ. ആ സാർ നോക്കണല്ലോ, അവന് ചെറിയൊരു കോങ്ങുണ്ട്, വേറെ കണ്ടു നോക്കണതാ. ആണോ? ഞാൻ പ്രസംഗിക്കണോ? സാറ് പ്രസംഗിക്കണം. സമയമില്ലെന്ന്. നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയല്ലേ, പ്രസംഗിക്ക്. ദൈവം ഇതാ ചെറുക്കൻ്റെ കയ്യിൽ എന്താ എറിയാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സാറേ അത് വെറും ബലൂണാണ്. ബലൂൺ പൊട്ടിയാലും മതി, എന്റെ കൺട്രോൾ പോകും. സാറൊന്നും പ്രസംഗിച്ച ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. മതിയോ? പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ്. സോറി പഴയ പണി ഓർത്തുപോയി, അതുകൊണ്ടാ. ഞാൻ പൊക്കോട്ടെ. ഞാൻ പ്രസംഗിക്ക് സാറേ. എന്തായി പറയണത്? പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ആർക്കും അറിയില്ല. പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് തൊണ്ടകീറി ഇവിടുത്തെ വെള്ളം വറ്റിക്കണത്? ഒരു കുഞ്ഞിന് പോലും ഒന്നും അറിയാൻ പാടില്ല. എന്തിനു പ്രസംഗിക്കണം? ഞാൻ പോകുന്നു, വിട വാങ്ങുന്നു. നമസ്കാരം. പറഞ്ഞില്ലേ പുള്ളി ആകെ പ്രശ്നമൊന്നും. നീ കാര്യം പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ സാറങ്ങോട്ട് പ്രസംഗിച്ചോ. താലം പിടിക്കാൻ വന്ന പെണ്ണുങ്ങളാണത്. ഇവിടെ നിന്നോട്ട് സാറ് പ്രസംഗിക്ക്. സാറേ സാറിന്റെ പ്രസംഗം കേൾക്കാൻ ഈ ആൾക്കാർ മൊത്തം ഇരിക്കുന്നത്. പ്രസംഗിക്കുന്നേ. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാവാ? പിന്നെ ഞാൻ എന്തിനു പ്രസംഗിക്കണം? ഇവിടെ എല്ലാവർക്കും അറിയാലോ. എന്തിനാ വെറുതെ എന്റെ സമയം കളയുന്നേ? നമോഭാഗം വിട വാങ്ങുന്നു. ഇനി നീ അറിയാന്ന് പറഞ്ഞാൽ അറിയില്ല എന്നും പറഞ്ഞേക്കാം. നമ്മള് ആൾക്കാരെ പറഞ്ഞു സമയമില്ലെന്ന്. അതാണെന്ന് സമയം നോക്കട്ടെ. സാറങ്ങൾ പ്രസംഗിക്ക്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ കുഴപ്പം. ഒരുത്തനറിയാം, മറ്റവൻ അറിയാൻ പാടില്ല.
അപ്പോൾ എന്താണ് വേണ്ടത്? അറിവുള്ളവൻ അറിയാത്തവന് പറഞ്ഞു കൊടുക്കണം. എന്തിനാ ഞാൻ വെറുതെ എന്റെ തൊണ്ണയിലെ വെള്ളം വറ്റിക്കുന്നത്? നമോഭാഗം വിട വാങ്ങുന്നു. എന്ത് പറഞ്ഞാലും പ്രശ്നമുള്ള ഈ സാർ സമയമില്ലെന്ന് അതാണ് സാർ പ്രസംഗിച്ചിട്ട് പോയാൽ ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന സാറിന്റെ ഒറ്റ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അറിയാവോ? ആണോ? നമ്മുടെ കേരളത്തെ കുറിച്ച് അങ്ങോട്ട് മണിമണിയായിട്ടാണ് പ്രസംഗിച്ചത്. കേരളം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? കേരളം ഒരു ഭ്രാന്താലയമാണ്. ഇതാരാണ്? സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദന്റെ ഇവിടെ കാര്യം അല്ല, പ്രത്യേക വേഷം പ്രഭു. എന്തെന്നാണ് ഇത്? എടോ, ഇപ്പോഴല്ല സമയം. അവനെ എടുക്കാന്ന് പറഞ്ഞു. എടോ, സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ താൻ അപ്പുറം പോയി നിൽക്കും. ഈ എടുക്കല്ലേ ഈ നേരിട്ടൊക്കെയാണ് പ്രത്യേക വേഷം. അപ്പൊ ഞാൻ പോക്കട്ടെ എന്നാ. ഒരു സാറ് പ്രസംഗിച്ചോ? ഞാൻ വിട വാങ്ങട്ടെ. വിട വാങ്ങരുത്. സാർ പ്രസംഗിച്ചോ? ഞാൻ ഇനി എന്തിനെ കുറിച്ച് പ്രസംഗിക്കാനാണ്? അതെ, നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് സാറങ്ങൾ പ്രസംഗിച്ചു. പഞ്ചായത്തിനെ കുറിച്ച്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തില്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പഞ്ചായത്തിൽ തണ്ടുവരുത്തവൾ അരിവളോ, ഈ പഞ്ചായത്തിന്റെ പായസമാക്കിയ പെണ്ണുവള്ളോ. പഞ്ചായത്തിലെ തണ്ടുവരുത്തവൾ അരിവളോ, ഈ പഞ്ചായത്തിന്റെ പായസമാക്കിയ പെണ്ണുവള്ളോ. ആൾക്കാർ നോക്കിയിരിക്കണേ. പഞ്ചായത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അയ്യ, ഇങ്ങനെയൊക്കെയാണ് പഞ്ചായത്തിനെ കുറിച്ച് പറയണത്. പിന്നെ എങ്ങനെ പറയാം? ആറ് പഞ്ചായത്തിനെ കുറിച്ച് പറയണ്ട. ഞാൻ വിട വാങ്ങുന്നു. ഞാൻ എന്ത് പ്രസംഗിക്കാനാണ്? നമ്മുടെ കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളെ കുറിച്ച് സാറങ്ങൾ പറഞ്ഞാൽ മതി. അത് മതിയോ? അത് മതി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും കാറുണ്ട്, ബസ്സുണ്ട്, സ്കൂട്ടറുണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നാ തന്നെയും നമ്മളെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, AC കിടക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് എന്താണ് കാര്യം? ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ദുരിതം അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ. ചെല്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ. താൻ ആരാണോ? ഞാനാ കുഷ്ഠരോഗിയായ ഭിക്ഷക്കാരൻ. കുഷ്ഠരോഗിയായ ഭിക്ഷക്കാരൻ ഇവിടെ കാര്യം? പ്രച്ഛന്ന വേഷം. ഇതിന് ഇപ്പോഴല്ലത് സമയം. പിന്നെ താനല്ലേ പറഞ്ഞ ഇടക്ക് വരാൻ പറഞ്ഞത്? ഇവിടെ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ പൂർവ്വം. വേറെ ഇടക്കാണല്ലേ? ശരി ശരി. പ്രിയമുള്ളവരെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിട വാങ്ങുന്നു, നമ്മ വാങ്ങുന്നു. സാറങ്ങനെ സംസാരിക്കുക. ഇനി എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്? സാംസ്കാരിക കേരളത്തെ കുറിച്ച് പറ. സാംസ്കാരിക കേരളം. പ്രിയമുള്ളവരെ, സാംസ്കാരിക തലത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് മഹാകവിയായ രമണൻ എഴുതിയ ചങ്ങമ്പുഴയെ കുറിച്ച്. എന്തൊക്കെയാണ് പറഞ്ഞത്? രമണൻ എഴുതിയ ചങ്ങമ്പുഴ? പിന്നെ ചങ്ങമ്പുഴ എഴുതിയ രമണൻ. ആ പുള്ളി എഴുതിയ ഈ പുള്ളി, അതിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സുഹൃത്തുക്കളെ, ഞാനും വരട്ടെ, ഞാനും വരട്ടെ, ആട് മേയ്ക്കാൻ കാടിനുള്ളിൽ. ഓ സൈന, ഓ സൈന, സൈന, ഓ സൈന, ഓ സൈന, സൈന, ഓ സൈന, ഓ സൈന, സൈന, ഞാനും വരട്ടെ, കാട് മേയ്ക്കാൻ ആടിനുള്ളിൽ ഞാനും വരട്ടെ. സൂപ്പറല്ലടാ നമ്മുടെ സാംസ്കാരികം. സാറ് പണ്ട് വല്ല സർക്കസിനും പോയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ നിർത്തുന്നു, വിട വാങ്ങുന്നു. അങ്ങനെ വിട വാങ്ങല്ലേ. ഇനി എങ്ങനെ വിട വാങ്ങിയാലും വടി കൊണ്ട് അടി മേടിക്കോട്ടെ. എന്താണ് പറയേണ്ടത്? ഇന്ത്യ അനുഭവിക്കുന്ന തീവ്രവാദത്തെ കുറിച്ച്. തീവ്രവാദം. അതെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്കും താല്പര്യമുള്ള വിഷയമാണ് തീവ്രവാദം. എന്താണ് തീവ്രവാദം? സത്യത്തിൽ എന്റെ നോട്ടത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാശ്മീർ മേഖലയിലാണ്. എന്തുകൊണ്ടാണ് കാശ്മീർ മേഖലയിൽ തീവ്രവാദം അനുഭവപ്പെടാൻ കാരണം? കൊടും തണുപ്പല്ലേ, ശക്തമായ തണുപ്പ്. അവിടെയുള്ളവർ മുഴുവൻ തീവ്രമായ വാദത്തിന് അടിമപ്പെട്ടവരാണ്. എന്തിനാണ് കൂടുതൽ പറയുന്നത്? ഈ തീവ്രവാദത്തിന്റെ പേരിൽ ഭാരതത്തിന്റെ മാനം കാക്കുന്ന എത്രയോ പട്ടാളക്കാരാണ് അതിർത്തിയിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത്. ആരാണിത്? വെടികൊണ്ട പട്ടാളക്കാരൻ. വെടികൊണ്ട പട്ടാളക്കാരൻ? നീയാണോ വെടികൊണ്ട പട്ടാളക്കാരൻ? കുറെ നേരമായി ഇവൻ. ഇതെന്താണ്? ഇതാണ് ഇടികൊണ്ട പട്ടാളക്കാരൻ. ഞാൻ വിട വാങ്ങുന്നു. നന്ദി. വിട വാങ്ങാൻ പറ്റേ? ബാക്കിയും കൂടി ബാക്കി പ്രസംഗിക്കാനോ എന്റെ പട്ടി പ്രസംഗിക്കും. മറ്റേ സാറേ ഇവിടെ മറ്റേ ചെറുക്കനുണ്ടല്ല, മറ്റേ സ്വർണ്ണം തെറ്റാലിയും കൊണ്ട് കിടക്കണ ചെറുക്കൻ. ആരോ നിങ്ങൾക്കറിയാൻ പാടില്ല ആരാണ്? നിങ്ങൾക്കറിയാൻ പാടില്ലടാ ഇതാരാണ്? ഏതാരോ ആരാന്ന് വിചാരിച്ചിട്ടാണ്. ആരോമലെന്ന് ഇവിടുത്തെ ഏത് ആരോമലാണെങ്കിലും അമൂലാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറയാം, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഓരോ ആരോമലേ ഭയങ്കര. ഈ ചെക്കനാണ് മറ്റേ അമ്പ് വിട്ടിട്ട് ഈ ടാറുംപാട്ട പോലെ ഇരിക്കണ ഇറങ്ങട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായി അമ്പലത്തിൽ സ്വർണം നേടിയ
നമ്മുടെ നാടിന്റെ പുത്രനായ ആരോമൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. ഞാൻ ത്യാഗുദ്ധാൻ പോയിന് അപ്പൊ തമ്രാമെന്ന് പറഞ്ഞിന് നീ അമ്മയ്യന് അപ്പൊ നിനക്ക് ചോർണം കിട്ടും തോന്നി ഞാൻ അമ്മയ്യന് ചോർണം കിട്ടീന്. മലയാളം പുള്ളി പറഞ്ഞത് ഇതാണോ മലയാളം? ഇവനെ റേഡിയോ മാങ്കോയിലേക്ക് വിടാറുന്നല്ല. എന്താണ്? ആർക്കും ഒന്നും മനസ്സിലാവില്ല. റേഡിയോ മാങ്കോ രക്ഷപ്പെടുമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മുടെ ഗോത്രവർഗക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത ഒരു നോട്ടുമാല നമ്മുടെ മന്ത്രി നമ്മുടെ ആരോമലിന് സമർപ്പിക്കുകയാണ്. എവിടെ നോട്ടുമാല? എവിടെ? മന്ത്രി കൊടുക്ക്. ആ, സമർപ്പിച്ചോ. അപ്പൊ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പ്രകടനം ആരംഭിക്കുകയാണ്. ആരോമലിന്റെ പ്രകടനം. ആ കാണുന്ന മാവിന്റെ കൊമ്പത്ത് കെട്ടിയിട്ടിരിക്കുന്ന തത്തയുടെ കണ്ണിലേക്ക് നമ്മുടെ ആരോമൽ അമ്പയക്കുന്നതാണ്. ആരോമലെ റെഡിയിലെ അമ്പയച്ചോ? തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കി തന്നെ അമ്പയച്ചോ? പിന്നെ കുന്നപ്പള്ളി തറവാടിയെ എന്നെ ഉന്നമെല്ലാം കാത്തുകൊള്ളേണ്ടമ്മേ. അടിപൊളി ആരോമല്ല ഹലോ. അതെ, പ്രച്ഛന്നവേഷമൊക്കെ അവസാനിപ്പിക്കും. വേഗം വിടാൻ നോക്ക്. ഇത് പ്രച്ഛന്നവേഷമൊന്നും അല്ല. ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? അമ്പെയ്ത്തോത്സരം. എന്തോ നമ്മുടെ ആരോമൽ അമ്പെയ്തത് എങ്ങോട്ടേത്? ദാ കാണുന്ന തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട്. എവിടെ? തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട്. എടാ മെനകെട്ടവനെ, ഇതാണോടാ അവന്റെ തത്തയുടെ കണ്ണ്? ഒരു നോട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കുളിരാനം കൊഞ്ചിപ്പോയ ചന്ദമാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കുളിരാനം കൊഞ്ചിപ്പോയ ചന്ദമാമ. പുതുമയും മണത്തേ ഭയം കൂടി മുളവാതിൽ ചാരേ ചന്ദമാമ. ഓ മാമ 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 ചന്ദമാമ. ഓ മാമ 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 ചന്ദമാമ. ഓ മാമ 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 ചന്ദമാമ. മുഖമഴക നോക്കിയോരോ പരിഭവമായി പാടും പാട്ടിന്റെ ശ്രുതി മീട്ടാൻ. ജനലരികിൽ നിൽപ്പൂ നിന്റെ മുഖമഴക നോക്കിയോരോ പരിഭവമായി പാടും പാട്ടിന്റെ ശ്രുതി മീട്ടാൻ. അവനുരുകും
ചന്തം ദൂരെ കവിതയുമായി നിൽക്കും രാത്രികൾ കലയല്ലേ നിറമണിയും സന്ധ്യമേയിൽ അവനുരുകും ചന്തം ദൂരെ കവിതയുമായി നിൽക്കും രാത്രികൾ കലയല്ലേ മായ മഞ്ഞി മായ എന്തേ തിരുത്തമായോ എനിക്ക് മാത്രം കാണാം ഭാവമോ ഓ മാമ 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 ചന്ദമാമ 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 ഒരു നോട്ടം കണ്ടേയുള്ളൂ ഒരു ഗാനം കേട്ടേയുള്ളൂ കുളിരാൻ കൊഞ്ചിപ്പോയ ചന്ദമാമ മുഖത്തെയും പാടത്തേയുമായി കൂടി മുളവാതിൽ ചാരരേ ചന്ദമാമ എന്തോന്ന് പോലീസ് സ്റ്റേഷനാണ് ആകപ്പാട് ഒരു പ്രതിയുണ്ട് കുറെ പോലീസുകാരുണ്ട്. ഹലോ ഹലോ ആ ഹലോ ആ സാറേ പോലീസ് സ്റ്റേഷനാണോ? മനസ്സിലായില്ല പോലീസ് സ്റ്റേഷനാണ്. മനസ്സിലായി മനസ്സിലായി. ആ, അതങ്ങനെ. സാറേ സാറേ ഞാൻ ചാല മാർക്കറ്റിൽ നിന്ന് വിളിക്കുവാ. ചാല മാർക്കറ്റിൽ നിന്ന് വിളിക്കണേ. ചാല മാർക്കറ്റിൽ നിന്ന് വിളിക്കുക. ഇവിടെ പൊരിഞ്ഞാടി നടക്കുവാ സാറേ. ചാല മാർക്കറ്റിൽ പൊരിഞ്ഞടി കിടക്കണേ. അതെ അതെ, ഗുണ്ടകളും നാട്ടുകാരും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുവാ. ഗുണ്ടകളും നാട്ടുകാരും കൂടി പൊരിഞ്ഞടി. അതെ അതെ, ഇപ്പൊ ഏതാണ്ട് ഒരു 16 പേര് വെട്ടുകൊണ്ട് വീണ് കഴിഞ്ഞു. 16 പേര് വെട്ടുകൊണ്ട് വീണ്. അതെ അതെ, അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ സാറ് 2 വണ്ടി പോലീസുമായിട്ട് ചാല മാർക്കറ്റിലേക്ക് വരണം. 2 വണ്ടി പോലീസോട് ഞാനും കൂടി വരണം. അതെ അതെ, ഓക്കെ ഓക്കെ. ഓക്കെ. സാറ് ചാല മാർക്കറ്റിലേക്കാണോ പോണത്? ചാല മാർക്കറ്റിലേക്ക് എന്റെ പട്ടി പോകും. എടാ ഞാൻ എന്റെ കുടുംബത്തേക്ക് പോണ്. എന്തിനാ? എടാ അവിടെ ഇപ്പൊ 16 പേര് വെട്ടുകൊണ്ട് വീണ്. ഉവ്വ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു കൊലപാതകം നടക്കണ്ടല്ല. പോലീസുകാരനെ കളിയാക്കിച്ചിരിക്കണ്. ഇവിടെ വാടാ, സ്പോട്ടി വാടാ, പോസ് ചെയ്യടാ. അല്ല ഹലോ ഹലോ ആ ഹലോ സാറേ, ഞാൻ വെണ്ടുരുത്തി പാലത്തിനടുക്കെന്ന് വിളിക്കുക കേട്ടോ. വെണ്ടുരുത്തി പാലത്തിനെടുക്കുന്നത്. അതെ അതെ, വെണ്ടുരുത്തി പാലത്തിനടുക്കുന്ന. എന്താ പ്രശ്നം? ഇവിടെ കുറെ സാമൂഹ്യ വിരുദ്ധന്മാര് പാലത്തിന്റെ അടിയിൽ കാശ് വെച്ച് ചീട്ട് കളിക്കുന്നു. സാമൂഹ്യ വിരുദ്ധന്മാര് പാലത്തിനടിയിൽ കാശ് വെച്ച് ചീട്ട് കളിക്കണേ. അതെ അതെ അതെ. അവന്മാർ എത്ര പേരുണ്ട്? അവന്മാരെ ഏതാണ്ട് ഒരു 5 പേരോളം കാണും. 5 പേര്. അതെ അതെ അതെ. അവന്മാർ എത്ര രൂപയ്ക്കാണ് കാശ് വെച്ച് ചീട്ട് കളിക്കണത്? ഇപ്പൊ ഏതാണ്ട് 5 രൂപയ്ക്ക് വെച്ച് കളിക്കുക. 5 രൂപയ്ക്ക്? നീ ഒരു 50 രൂപയാകുമ്പോ പറ, ഞാൻ അങ്ങോട്ട് വരാം. നാളെ കാശ് വെച്ച് ചീട്ട് കളിക്കും. സാറ് ചീട്ട് കളിക്കാൻ പോടാ. എടാ എടാ എടാ, പോലീസുകാരനെ പിന്നെ കളിയാക്കി ചിരിക്കണ. വാടാ, പോസ് ചെയ്യടാ. അല്ല പിന്നെ പോയി ഭിത്തി കയറാ. ഇവിടെ ഇനി ഭിത്തിയൊന്നും കാണുന്നില്ല. ഭിത്തി കാണുന്നില്ലേ? ഇങ്ങോട്ട് നോക്കടാ. ഭിത്തി കണ്ടാ? ഭിത്തി കയറാ. എടാ ഭിത്തി കയറാൻ. എനിക്ക് കേറാൻ അറിയാൻ പാടില്ല. നിനക്ക് ഇത്രയും നാളായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഭിത്തി കയറാൻ അറിയാൻ പാടില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം വലത് കൈ വെക്കണം കേട്ടാ. പിന്നെ വലത് കാല്, പിന്നെ ഇടത് കൈ, പിന്നെ ഇടത് കാല്, പിന്നെ വലത് കൈ, വലത് കാല്, ഇടത് കൈ, ഇടത് കാല്, വലത് കൈ, ഇടത് കാല്, വലത് കൈ. നേരെ മേളി സിനിമ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഭിത്തി കയറാ. അറിയാം, കേറാം. കേറാ ഭിത്തി കൈ. ആദ്യം ഇടത് കാൽ, അല്ലെങ്കിൽ വലത് കാൽ. അതിന് ഇടത് കൈ വെക്കണോ അതോ വലത് കൈ വെക്കണോ? വലത് കൈ. വലത് കൈ തന്നെ വെക്കടാ. കിട്ടിയാ? ഇനി ഇടത് കൈ വെക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ കേറിക്കോളാം. കേറാ ഭിത്തിയില്. ഇടത് കൈ, വലത് കൈ, ഇടത് കൈ, വലത് കൈ, ഇടത് കൈ, ഇടത് കൈ, വലത് കൈ. ഒരുപാട് ഇങ്ങെത്തി. എന്താ അളിയ റേഞ്ചിന്റെ അളിയാ, ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് അളിയന്റെ ഫോൺ വന്നത്. എവിടെയാണ് നിൽക്കുന്നതെന്നാ? ഇത് വയലാണെന്ന് നോക്കിത്തേക്ക് നിൽക്കുന്നത്. എന്താ നമ്പർ മാറിയെന്ന അളിയ? പേനയില്ല, ഒന്ന് പറ. എത്ര? ആ പേനൊന്നെടുത്ത്, ആ പേനൊന്നെടുത്ത്. ആ പറയാ, പറഞ്ഞോ. ആ 9999. ചിരിക്കുന്ന ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ? 99. ആ 46. ആ 3 എഴുതി. 3 വാഴ വെട്ടരുത്. ആ 3 6 8. ആ
ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. റേഞ്ച് ഇല്ലാത്തതാണ്, പിന്നെ വിളിക്കാം കേട്ടാ. ആ നമ്പർ എന്ന് പറഞ്ഞേ. ഞാൻ വിളിക്കുന്നിടത്ത് പോലീസുകാരൻ എന്ത് കാര്യം? പോലീസുകാരൻ എന്ത് കാര്യം എന്നാ? ഇവിടെ വാടാ, സ്പോട്ടി വാടാ. എടാ, പോലീസ് സ്റ്റേഷനിലാണോടാ 1 രൂപ കൊടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി വന്നേക്കണത്? ഇനി വരുവോടാ? ഇല്ല. നീ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോടാ? പോയിട്ടുണ്ട്. എന്തിന്? ഞാൻ അമ്മമാരെ കൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഇതൊക്കെ വെറും സാമ്പിള്. ഇവിടെ വെടിക്കെട്ടും പൂരം ഇടിവെട്ടും നടക്കാൻ പോകുകയാണ്. ഇവിടുത്തെ SI-നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവാ? ആ SI കിടുകിടാഞ്ചിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 2 എണ്ണത്തിനെ അകത്തിട്ട് പൂരം തന്നെ നടത്തും. ഇവിടെയുള്ള സകല പെറ്റി കേസ് നിങ്ങളുടെ തലയിൽ ഞാൻ ചാർത്തും. പറഞ്ഞു കൊടുത്തില്ല, പോലീസ് SI എത്തിക്കഴിഞ്ഞ്. നന്നായി വാ. എടോ കള്ളന്മാരൊന്നും വന്നിട്ടില്ല. കള്ളന്മാര് വന്നിട്ടില്ല. നിക്കണ 2 എണ്ണം പന പോലെ. അതെ എവിടെ? അങ്ങോട്ട് നോക്കി. എടാ നീ നന്നായി വരും. എന്താ ചെയ്തത്? എന്റെ പൊന്നു സാറ്, അവനെ കുറിച്ച് സാറ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. സുഖു 11 വാഹന മോഷണ കേസിലെ പ്രതിയാണ് നിൽക്കുന്നത്. നീ ആളുകളവില്ലടാ. സുഖു നിന്നെ വണ്ടി ഇടിച്ചത്തല്ലേ? ഈ നിൽക്കണവനെ മനസ്സിലായ? ഇല്ല. ജോസഫ് 11-കാരിയായ ഒരു പെൺകൊച്ചിനെ കുറ്റിക്കാട്ടിൽ കയറ്റിയിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത പ്രതിയാണവൻ. ഇവനോ? ഇങ്ങോട്ട് മാറി നിൽക്കടാ, മാറി നിൽക്കണ ഇങ്ങോട്ട്. ഇട എന്തിനാടാ പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ നീ ക്രൂശിക്കുന്നത്? എന്തിനാടാ ചെയ്യുന്നത്? കൊച്ചു കുട്ടികളെ കൊണ്ടുപോയിട്ടില്ലേ? 18 വയസ്സുള്ള കുട്ടിയല്ലേ? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വെച്ചിടും ഞാൻ ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇവിടെ വാടാ, നീ ഇവിടെ നിൽക്കടാ. അപ്പോൾ നീ വാഹനം മോഷിച്ചു അല്ലേ? KL7 5056 കാറ്, അംബാസിഡർ കാറ് നീ കുറ്റിക്കാട്ടി കൊണ്ടുപോയിട്ട് നീ ബലാത്സംഗം ചെയ്തു വല്ലേടാ? ഇവനാണ് പീഡന കേസിലെ പ്രതി. വാഹന കേസ്. അയ്യോ സോറി. അയ്യോ ഞാനിതിപ്പോ നീ ഇങ്ങനെ കിടക്കട്ടെ. ഞാനെന്നെ എങ്ങനെ ചോദിക്കാം? എനിക്ക് എന്ത് വല്ലാത്ത സാറ് വാ തുറന്ന അവന്മാരോട് ഇങ്ങനെയൊന്നുമല്ലേ ചോദിക്കേണ്ടത്? നല്ല ഇടി കൊടുത്ത് അങ്ങോട്ട് ചോദിക്കണം. തത്ത പറയണ പോലെ അവന്മാര് പറയും. ആണല്ലേ? ഇടാ ഇവിടെ പെടാ. തത്ത പറയുന്ന പോലെ പറയടാ. തത്ത പറയുന്ന പോലെ. അയ്യോ സാറെ കാക്ക കരഞ്ഞ് സാറിനെ കളിയാക്കണവൻ. എന്നെ കളിയാക്കുന്നു. എനിക്ക് തത്തയുടെ സൗണ്ട് അറിയാൻ പാടില്ല. തത്തയുടെ സൗണ്ട് അറിയില്ലല്ലോ. അവനോട് ചോദിക്ക്. ഇവനാണ് കേസിലെ പ്രതി. അവൻ പീഡിപ്പിച്ചവൻ 11 എടാ മണി പോലെ പറയടാ. മണി പോലെ. നിങ്ങളുടെ കലാഭവമണി ഓടണ്ട ഓടി തളരണ്ട ഓമനപ്പൂ മൂക്കം പതിടണ്ട. സാറേ, അമ്മരെ അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് നല്ല ഇടി കൊടുത്ത അവന്മാരെ കൊണ്ട് തത്ത പറഞ്ഞോളൂ കളിപ്പിക്കും. നീ ഇവിടെ വേണം. അടുത്ത് മാറ്റി. ജതിട്ടെ 1 മിനിറ്റ് ഇടല്ലേ? ഓക്കെ. താ തിന്നാൻ തത്താൻ തഴുതാം തക്കത്തിന്നതാം തക്കാൻ തക്കത്തിക്ക് താ. രണ്ടിനെ കൊണ്ട് ലോക്കപ്പിടെ. പിന്നെ നമ്മുടെ കലൂര് ബസ് സ്റ്റാൻഡില് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ കിടന്ന് ഇറങ്ങണ ഒരുത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ വന്നിട്ടുണ്ടോ? സത്യം പറയില്ല, 6 മണി കഴിഞ്ഞ സ്റ്റാൻഡിലേക്ക് നിൽക്കാൻ പറ്റും. എന്നാ ശല്യം വന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് പോലും വയ്യ. അവൻ 6 മണി തൊട്ട് രാത്രി 12 മണി വരെ കലൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് കറക്കണം അവന്റെ പരിപാടി. ആണോ? അവനിപ്പോ അവിടെ പാറാവ് നിൽക്കണ പോലീസുകാരനെ തോക്ക് നോക്കി വെള്ളം ഇറക്കണം. വിളിക്കാവനെ. ഇവിടെ വാടാ, ഞാൻ വാടാ. നീ അറിയില്ല. ഇവനാണ് ആള്. ഈടോ ഇവന് നല്ല തടിയുണ്ടല്ലോ. നല്ല തന്റെ ഉണ്ടല്ലോ. അതെ, വേലെടുത്ത് ജീവിക്കാൻ പറ്റേ. എടാ ഇവിടെ നോക്കാൻ. എടാ ഗോപു. രാജു, നീ എന്താ ഇവിടെ? എന്നെ ഈ കശ്മീരിൽ പിടിച്ചോണ്ട് വന്നു. ഞാൻ ആ ബസ് സ്റ്റാൻഡിലെ കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ നോക്കി നിൽക്കായിരുന്നു. അപ്പൊ ഈ കശ്മീരിൽ എന്നെ പിടിച്ചോണ്ട് വന്നു. ഇതാരെന്താ? എന്റെ സുഹൃത്ത് അറിയാമോ? എന്റെ പൊന്നു സാറെ, രാത്രി ബസ് സ്റ്റാൻഡിൽ പറയണ്ട. എടോ എന്റെ തൊഴിൽ ജീവിക്കുന്നുണ്ടല്ലേ? പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. എടാ, എത്ര കാലമായിട്ട് നമ്മളെ കണ്ടിട്ടല്ലേ? അതെ. നീ ഇപ്പൊ എവിടെയാ? നീ? ഞാനിപ്പോ കലാക്ഷേത്രയിലാണ്.
ആണോ? പഴയ ഡാൻസർ എടുത്ത്. അതെ അതെ അതെ. പഴയ കുട്ടപ്പച്ചനുണ്ട് ഇവിടെ. പിന്നെ കുട്ടപ്പച്ചേട്ടൻ അവിടെ തന്നെ എന്നെ വിട്ടില്ല. കൊണ്ട് എന്നെയും വിടത്തില്ലായിരുന്നു. എടാ നിനക്ക് സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് കേട്ടോ. പഴയ പാട്ട് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ഒന്ന് പാടാമോ? നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്യായിരുന്നു. ഇവിടെ ഇപ്പൊ ഞാൻ പാടി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്നത്? അയ്യോ ചെയ്യുള്ളൂ. കോൺസ്റ്റബിൾ അത്യാവശ്യമായിട്ട് ഒരു പാട്ടുകാരനെ കൊണ്ടുവരും. പാട്ടുകാരൻ ഇവിടെ ഉണ്ട്. എവിടെ? എന്റെ പൊന്ന് സാറേ, ഞാൻ 1.5 ഗായകനല്ലേ. പാടൂ. ഞാൻ അടിപൊളിയായിട്ട് പാടത്തില്ല സാർ. ധൈര്യമായിട്ട് ഡാൻസ് കളിച്ചു. ചെയ്യട്ടെ. ഓക്കെ. നിങ്ങൾ നന്നായിട്ട് പാടുവന്ന് സന്തോഷമായി. ചക്കര തുടങ്ങാല്ലേ? ശരി, തുടങ്ങാം. റെഡി? 1 2 3 4. പീത്ത കെട്ടി ആടി ആടി വാ, എന്റെ താമര കണ്ണ റോപ്പ് കെട്ടാൻ വാ. പീത്ത കെട്ടി ആടി ആടി വാ, എന്റെ താമര കണ്ണ റോപ്പ് കെട്ടാൻ വാ. കുഴലൂതാൻ വന്നാട്ടെ, ഊകിയാടാൻ വന്നാട്ടെ. ലാല 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 ലാ, ലാല 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 ലാ, ലാല 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 ലാ, ലാല 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 ലാ. നമ്മുടെ ചൂടൻ ഡിവൈഎസ്പി സാറല്ലേ, പുലിക്കോടൻ. പുള്ളിക്കാരന്റെ ദേഷ്യപ്പെട്ട് ജീപ്പിൽ കൂടെ വന്നിട്ട് സാറെങ്ങനെ കൂടെ വന്ന സാറിന് തൊപ്പി തെറിക്കും. അയ്യോ, ഈശ്വരന്മാരെ, എന്ത് നല്ല പാട്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും എല്ലാം നിർത്തി കളഞ്ഞു. നമുക്കൊന്നുകൂടി പാടാടാ. നമുക്ക് ഏറ്റി പാടാം. നീ പാടാം. റെഡി? 1 2 3 4. ലാല 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 ലാ, ലാല 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 ലാ, ലാല 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 ലാ. ரசித்தேன், மூத்தவரும் மெய்யை ரசித்தேன், உறங்காமல் எங்கும் உந்தன் உள்ளம் ரசித்தேன். நீ செய்யும் யாவும் ரசித்தேன், மிதம் செய்யாததையும் ரசித்தேன்.
இரவிலே காதல் என்று நேரில் அறிந்தேன் திருடனே உன்னை அறிந்தேன் திருடனாய் என்னை அறிந்தேன் என்னுன்னை திருடத்தானே ஆசை அறிந்தேன் என் பக்கம் உன்னை அறிந்தேன் பல சிக்கல் உன்னால் அறிந்தேன் தென்றல் உன்னை அறிந்தேன் அதில் பூசும் பெண்மை அறிந்தேன் நீ நடமாட்டும் திராட்சை தோட்டம் எதிரில் அறிந்தேன் தேன் 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 உன்னை தேடி அலைந்தேன் உயிர் தீயை அழுந்தேன் சிவந்தேன் தேன் 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 என்னை நானும் மறந்தேன் உன்னை காண பயந்தேன் கரைந்தேன் എന്റെ പേര് മോനെ കേട്ടോ. വാറ്റുവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബ്യൂവറേജിൽ 100 പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായാൽ ക്യൂവിലുന്തി നിൽക്കണ് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണ്. സത്യം കറക്റ്റ് കേസ് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായില്ല. ഹലോ മാച്ച് ബോക്സ് മാച്ച് ബോക്സ് ഉണ്ടോ? ഇതിന്റെ ഇവിടെ എവിടെയെങ്കിലും അയ്യോ അതല്ല തീപ്പെട്ടി ഉണ്ടോ? ഓ ഓക്കെ പരിഷ്കാരിയ അല്ലേ? ഓക്കെ അമ്മേ അയ്യോ അയ്യോ പോടാ മേലെ ചെല്ലില്ലേ? എന്നെ പേടിപ്പി അയ്യോ എടാ വേഗം വിട്ടേച്ച് പോകാനത് അമ്മച്ചി കളയാലേ അത് മേലെ ചെല്ലില്ലേ? ദൈവമേ എടാ വിട്ടേച്ച് പോകാൻ. താങ്ക് യു. ഈ വയ്യാത്ത പട്ടിയൊക്കെ കയ്യാലെ കയറണ്ട വല്ല കാര്യമുണ്ട്? ആരുടെ അല്ല പിന്നെ ഓ അത് ശരി, ഇവിടെ വന്നോ? അതിന് ഇവിടെ നിന്ന് കുഴപ്പമുണ്ടോ? എവിടെ നോക്കിയാലും കാണാലോ, രാവിലെ അടിച്ച് പൂക്കുറ്റിയാണല്ലോ. എടാ നീ മേടിച്ച സ്ഥലത്തൊന്നും ഞാൻ വന്ന് നിൽക്കുന്നില്ലല്ലോ. നീ നിന്റെ പണി നോക്കാൻ ഇറക്കാം. അല്ല പിന്നെ പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പുള്ളി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ചിലപ്പോ ഈ പുള്ളി കാണാതെ പോകും. വെറുതെ വായിൽ കോലിട്ട് കൂത്താൻ പറ്റില്ല, ഞാൻ എന്റെ പണി ചെയ്യാൻ പോവാ. നീ ഇല്ലേ പണി ചെയ്യടാവേ. അല്ല പിന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മനുഷ്യ ശരീരത്തിൽ വിട്ടുമാറാതെ കിടക്കുന്ന നിരവധി അനവധി രോഗങ്ങളാൽ അലയുന്നവരാണ് നമ്മൾ മനുഷ്യരെല്ലാവരും. അതിനുവേണ്ടി നമ്മുടെ കമ്പനി പ്രത്യേകം തയ്യാർ ചെയ്ത ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ ഇന്ന് ഈ വഴിയരികിൽ നിങ്ങൾക്ക് വിൽക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതെന്റെ അച്ഛനോ അമ്മാവനോ അമ്മയോ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതല്ല, തികച്ചും കമ്പനി നിർമ്മിക്കുന്നതാണ്. സാമ്പിൾ സൗജന്യം. സാമ്പിൾ അങ്ങനെ ഒരു ചേട്ടൻ സാമ്പിൾ വാങ്ങിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിക്കുക. കഫക്കെട്ട്, കമ്പക്കെട്ട്, വേലികെട്ട്, ചതവ്, ഉളുക്ക്, പിത്തം, ക്ഷയം തുടങ്ങിയ മാറാ രോഗങ്ങളാൽ അടിമപ്പെടുന്നവരാണ് നമ്മൾ മനുഷ്യരെല്ലാവരും. അതിനുത്തമമാണ് ഈ ദിവ്യ ഔഷധം. ഇതെന്റെ അച്ഛനോ അമ്മയോ അമ്മാവനോ വീട്ടിലിരുന്ന് നിർമ്മിക്കുന്നതല്ല, തികച്ചും കമ്പനി ഉണ്ടാക്കുന്നതാണ്. സാമ്പിൾ സൗജന്യം. സാമ്പിൾ മടിച്ചു നിൽക്കേണ്ട, ശങ്കിച്ചു നിൽക്കേണ്ട, കടന്നു വന്ന് എന്റെ മരുന്ന് സാമ്പിൾ മേടിച്ച് സേവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം അറിയാൻ പറ്റും. ഇത് എന്റെ അച്ഛനോ അമ്മയോ അമ്മാവനോ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതല്ല, തികച്ചും കമ്പനി നിർമ്മിക്കുന്നതാണ്. സാമ്പിൾ സൗജന്യം. സാമ്പിൾ ഇയാൾക്ക് സാമ്പിൾ എനിക്ക് നിൽക്കണ്ടേ? ഇവിടെ എനിക്കിത് വിറ്റിട്ട് വേണം വീട്ടിലെ കാര്യം മേടിക്കാനായിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തുവാ? ഇത് നിന്റെ അച്ഛനോ അമ്മയോ അമ്മാവനോ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതാണോ? അല്ല. നിനക്ക് കമ്പനി തരുന്നതല്ലേ? അതെ. സാമ്പിൾ സൗജന്യമല്ല ആണ്. പിന്നെ നിനക്ക് ഇങ്ങോട്ട് തന്നാൽ എന്താടാ? എന്നെ ഇടിപ്പിക്കാൻ നോക്കല്ലേ? ഇയാള് പോടോ, ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ വന്നതാണ്. ചേരത്തില്ല. താനാരോടോ? നീ ആരോടോ? താനാരോടോ? നീ പോടാ അവിടുന്ന്. നീ പോടാ. അല്ല പിന്നെ ഇവിടെ വേടാ, ഇവിടെ വരച്ചവരെ വേടാ. ഇന്ന് സ്പോട്ടിലിട്ട് അടിക്കും കേട്ടാ. പിടിച്ച് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്
ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട്. ഇങ്ങോട്ട് എന്റെ നെഞ്ചത്തോട്ടുണ്ട്. അല്ല ചേട്ടാ, ഞങ്ങൾ ഈ ചാനലിൽ നിന്ന് വരുവാണേ. ചാകാൻ വേണ്ടി വന്നാണ് ആ റോഡിന്റെ നടുക്കോട്ട് പോയത്. അയ്യോ, ചാകാൻ വന്നല്ല, ചാനലിൽ നിന്ന് പ്രോഗ്രാം ആയിട്ട് വരിക. ശരി. ഞങ്ങളൊരു പുതിയ റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാളത്തെ റിയാലിറ്റി ഷോ പോലെ അല്ല അത്. കള്ളുകുടിയന്മാരെ കണ്ടുപിടിച്ചിട്ട് അവർ വെച്ചിട്ട് റിയാലിറ്റി ഷോ. ശരി. അപ്പൊ ബാക്കി എല്ലാം തകഞ്ഞു. ഇനി നമ്മുടെ പുറത്തോട്ടൂടെ കയറിയാൽ മതി. അയ്യോ, അതല്ല ചേട്ടാ, പുതിയമുള്ള ഒരു പരിപാടിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ അഭിനയിക്കാം. നിന്നെ ആരെല്ലാം വിളിച്ച പിന്നെ ഇടയ്ക്ക് നിന്റെ അമ്മയും അമ്മായി അമ്മാവനുമായിട്ട് അവിടെ അടങ്ങിയിരുന്നോ കേട്ടാ ചേട്ടാ? ആമ്പിള്ളേരെ തമ്മിൽ സംസാരിക്കുക. ചേട്ടന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ അടിപൊളി സമ്മാനങ്ങളാണുള്ളത്. പിന്നെ ഉഗ്ര എന്ത് സമ്മാനമുള്ള സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് കിട്ടും. എന്ത് ഫ്ലാറ്റ്? 45 ലക്ഷത്തിന്റെ ഫ്ലാറ്റ്. എന്റെ പൊന്നു മോനെ, ഫ്ലാറ്റ് ഈ 45 ലക്ഷം ഒന്നും വേണ്ട. 40 രൂപയുടെ 4 അടിച്ചാൽ മതി. എപ്പോ ഫ്ലാറ്റാന്ന് ചോദിച്ചാൽ ആ ഫ്ലാറ്റ് അല്ല ഇത്. ഇത് ഫ്ലാറ്റ് കെട്ടിടം. അടിപൊളി സമ്മാനം. അപ്പൊ 2 റൗണ്ടായിട്ടുള്ള മത്സരങ്ങളാണ്. ഒന്നാമത്തെ മത്സരം സ്പോർട്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ നാക്കുളിക്ക് ചോദ്യങ്ങളാണ്. ഇതിൽ സമ്മാനം മേടിച്ചാലാണ് സാറിന് ഫ്ലാറ്റ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ ചേട്ടാ, സമയം കൂടിയേട്ടാ. അയ്യോ, സമയം പോണ്. ഫസ്റ്റ് ചോദ്യം, ഈ ഇന്ത്യയുടെ ഏറ്റവും സ്പീഡുള്ള ബാറ്റ്സ്മാൻ ആരാ? സച്ചിൻ. കറക്റ്റ് ഉത്തരവാണ്. ഇതെങ്ങനെ ചേട്ടൻ ഇത് ഈ കൃത്യമായ ഉത്തരം പറയാൻ പറ്റി? അങ്ങോട്ട് പോകുന്നേം കാണാം, ഇങ്ങോട്ട് വരുന്നേം കാണാം. ഇത് കൂടുതൽ സ്പീഡ് വേറെ ആർക്കും ബാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് ഉത്തരവാട്ടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോനെ, നീ സ്പോർട്ടിൽ അടിമേടിക്കും കേട്ടോ. ഉണ്ടായിട്ടാ ഇന്ത്യയുടെ ബാറ്റിംഗും ഓസ്ട്രേലിയയുടെ ബാറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താ? എങ്ങനെ? ഇന്ത്യയുടെ ബാറ്റിംഗും ഓസ്ട്രേലിയയുടെ ബാറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞേ. ശ്രദ്ധിച്ചു. ഓസ്ട്രേലിയൻ ടീം ബാറ്റ് ചെയ്ത് നിൽക്കുന്നു, ഇന്ത്യൻ ടീം എറിയുന്നു. ഇന്ത്യൻ ടീം എറിഞ്ഞു, ഓസ്ട്രേലിയൻ ടീം അടിച്ച് 7 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കും. എന്തെന്ന്? ബോൾ. അതേസമയം ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്ത് നിൽക്കുന്നു, ഓസ്ട്രേലിയൻ ടീം എറിയുന്നു. ഓസ്ട്രേലിയൻ ടീം എറിഞ്ഞു, ഇന്ത്യൻ ടീം അടിച്ചു 10 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കും. എന്തെന്ന്? സ്റ്റംപ്. അതാ ഇപ്പോഴത്തെ പതിവ്. അതൊക്കെ പോട്ടെ. ക്രിക്കറ്റ് കളി കൊണ്ടുവന്നിരിക്കുന്ന പ്രേക്ഷകരോട് ചേർന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ചേർന്ന് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഏത് ക്രിക്കറ്റ് കളി കണ്ടോണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ത്യൻ ടീമിന്റെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നവരാരും മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റ് പോകില്ല. അതെന്താ പോയാല്? ഇവിടെ പോയച്ച് വരുമ്പോ കളി തീരുവന്നു. ക്രിക്കറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നാക്കുളിക്ക് ചോദ്യമാണ്. അടുത്ത റൗണ്ടിലേക്ക് ഒറ്റ കയറിയാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഒരു സെക്കൻഡ്. പ്രിയമുള്ളവര്, എന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിലേക്ക് കയറി. രണ്ടാമത്തെ റൗണ്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SMS എനിക്ക് വേണം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് OPR സ്പേസ് മോനായി. ഈ SMS ഒക്കെ ഇപ്പൊ നടുറോട്ടിലാണ്. എന്റെ പൊന്നുമോനെ, ഇപ്പൊ കംപ്ലീറ്റ് SMS കാലഘട്ടമല്ലേ. ഞാനിപ്പോ 2 എണ്ണം അടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ചെന്നു വിചാരിച്ചു. എന്റെ ഭാര്യയുടെ മക്കളുടെ SMS ഇല്ലാതിരിക്കും വീട്ടിൽ കയറാൻ പറ്റത്തില്ല. പുതിയൊരു കണ്ടുപിടുത്തം. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നാക്കുളുക്ക് ചോദ്യമാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ ചേട്ടൻ അറിയാലോ. ഫ്ലാറ്റ്. ഓക്കെ. അപ്പൊ ചോദ്യം ആരംഭിക്കാം. കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. നിന്നെ വിളിക്കുന്നു. കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. നാക്കുളുക്കാതെ പറയണം. കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. ഇതെന്റെ അച്ഛനോ അമ്മയോ അമ്മാവന്മാരോ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതല്ല, കമ്പനി ഉണ്ടാക്കുന്നതാണ്. തികച്ചും സാമ്പിൾ പറയണത് അല്ലെ. എന്റെ തൊഴിലാണ് ഞാൻ പറഞ്ഞു. ഞാനിവിടെ വേറെ ഒരു അതിന്റെ ഇടയിൽ കയറി വന്നേക്കുന്നു. അല്ലല്ലോ, ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പഠിച്ചതേ പാടൂ. അതാണ് മോൻ എന്നോട് കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. അത് ഇവനോട് ചോദിച്ചല്ലേ. മേല ഇവനോട് ചോദിച്ചു എന്നോട് ചോദിച്ചു. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്നാ വേറെ ക്വസ്റ്റ്യൻ പിടിച്ചോ. പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. എന്തെന്ന്? അത് നീയല്ലേ പറഞ്ഞു ആരണ്ട് ചത്തെന്നോ കുത്തിയിരുന്നു. എന്റെ പൊന്നിയേട്ട ചോദ്യമാണ്. പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നത്. അത് ഞാൻ പറയണം. ഒന്ന് പറഞ്ഞു. പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. പൊന്നിയേട്ടാ അങ്ങനെ അല്ലാതെ കറക്റ്റായിട്ട് പറ. ക്യാമറയൊക്കെ വെച്ചേക്ക് കാണാമല്ലേ. പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. പൊന്നിയേട്ടാ അങ്ങനെ അല്ലാതെ പച്ചാളത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. നമുക്ക് പറയാൻ പറ്റുന്നതെല്ലാം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യും. ചേട്ടന് ഇത് ശരിയാവൂല. ഞാൻ സിനിമ എന്നൊരു ചോദ്യം ചോദിക്കാം. ഒരു സിനിമ ഡയലോഗിലും ചേട്ടന് പറയാൻ പറ്റുമോ? കേട്ടോ. ഫ്ലാറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് പറയുന്നത്. സിനിമ എന്നുള്ള ചോദ്യം പിടിച്ചോ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാനോടാണോടാ നിന്റെ കളി? അത് ഞാൻ പറയണം. അപ്പൊ സിനിമയിലെ ഡയലോഗ് ഫ്ലാറ്റ് സിനിമയിലെ ഡയലോഗ് ആയതുകൊണ്ട് ഒരു ആക്ഷൻ പറഞ്ഞു. ആക്ഷൻ പറഞ്ഞു. അടിപൊളിയായിട്ട്. റെഡി, സ്റ്റാർട്ട് ക്യാമറ.
ആക്ഷൻ. ആരൊക്കെ തമ്മിലാ കളി എന്ന് പറഞ്ഞു? തെറ്റിക്കല്ലേ, ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കൂടാ. ആ, എല്ലാം നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഓക്കെ. ഓക്കെ അല്ലേ? ആക്ഷൻ. ദൈവം എന്റെ മുഖത്ത് വെച്ചിരിക്കും. ഞാൻ ഡയലോഗ് പറയത്തില്ല കേട്ടോ. ഇവനോട് ചിരിക്കരുന്ന് പറഞ്ഞപ്പോ ആ ശരി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ഒരു ആക്ഷൻ. ക്യാമറ ആക്ഷൻ. അപ്പോൾ എന്ത് എന്താ? ഒന്നുമില്ല, സാമ്പിളാണ് സാമ്പിള്. ഇവനെയൊക്കെ ഇന്ത്യയുടെ അതിർത്തി കൊണ്ട് നിർത്തണം. സത്യം, ഇന്ത്യക്ക് ശത്രുക്കളെ ഉണ്ടാകത്തില്ല, രാജ്യം വിട്ട് ഓടിക്കളയാവും. പൊന്നു കേട്ടോ, ഇതൊന്നും പറ. കുറെ നേരം ഞാനിവിടെ നിൽക്കുന്നത്. നെട്ടൂരാനോടാണോ നിന്റെ കളി? എന്റെ പൊന്നു കുഞ്ഞാ, ഹുമ്മൊന്ന് ഒഴിവാക്കാവും. ഹും ഒഴിവാക്കാം. ഹും വേണ്ട. Ready? നെട്ടൂരാനോടാണോടാ നിന്റെ കളി? പറ. Ready, 1, 2, 3, start. നിന്റെ ഇത് എന്ത്? നിന്റെ മറ്റേ ഇത് ഏത്? നീ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ല അത്? മര്യാദക്ക് പറയാം. പറഞ്ഞില്ല. എന്തെന്ന്? നെട്ടൂരാനോടാണോ നിന്റെ കളി? മര്യാദക്ക് മനുഷ്യ ബുദ്ധിമുട്ടിക്കാൻ ഇത്ര ക്യാമറ എടുത്ത് വെച്ചേക്കണ ഞാൻ. നിന്നോട് ആരും പറഞ്ഞു ഇത്ര ക്യാമറ എടുത്ത് വെക്കാൻ? ശരി, ഇപ്പൊ എന്റെ അടുത്ത് മത്സരിക്കാണ്ടെന്ന് നിന്നെ കാണിച്ചു കേട്ടോ. എന്താ അതിന് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അടി, ഇടി, ഉളുക്ക്, ചതവ്, ഇതിനെല്ലാം അത്യുത്തമമാണ് ഞങ്ങളുടെ ഈ ഔഷധം. ഇതെന്റെ അച്ഛനോ അമ്മയോ അമ്മാവനോ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതല്ല, തികച്ചും കമ്പനി തരുന്നതാണ്. സാമ്പിൾ സൗജന്യം. ഇത് നീ കരക്കാർക്ക് മാത്രമല്ലേ കൊടുത്തുള്ളൂ, സ്വന്തമായിട്ട് ഇതുവരെ എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല അല്ലെ? ആ ഫേസിംഗ് കൊണ്ടൊന്നും കൊണ്ടുവരാ. ഇനി നിനക്ക് ഇതിന്റെ ആവശ്യം വരും, മനസ്സിലായി? പിന്നോടൊക്കെ ഇങ്ങനെ പറ്റത്തുള്ളൂ. പണമുള്ളവൻ പുട്ടു തിന്നുമ്പോൾ പണമില്ലാത്തോനോ പൂഴി വാരി തിന്നുന്നു, പൂഴി വാരി തിന്നുന്നു, പൂഴി വാരി തിന്നുന്നു. ആരാണോ? എന്താണ് അതിന്റെ പരിപാടി? കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കർത്താവിന്റെ വേലക്കാരൻ. അങ്ങനെ അങ്ങനെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കർത്താവിന്റെ വേലക്കാരൻ. താൻ കർത്താവിനിട്ട് വേല ചെയ്തു, പക്ഷെ നമുക്കിട്ട് വേല ചെയ്തു കേട്ടോ. കുഞ്ഞാടെ, നീ മദ്യപിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. മദ്യപാനികളോട് ഞാൻ സംസാരിക്കാറില്ല. മദ്യം മനുഷ്യനെ നശിപ്പിക്കുന്നു. ഓഹോ, അതുകൊണ്ട് താൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല? ഇല്ല, മദ്യം എനിക്ക് അലർജിയാണ്. ഈ സെക്കൻഡ് വരെ താൻ ഞാൻ മദ്യപിക്കാറില്ല. ഈ നിമിഷം വരെ ഇല്ല. താൻ എന്റെ മുഖത്തോട്ടൊന്ന് ഊതിക്കേ. ഇതിലും വേഗം താൻ മദ്യപിച്ചു വരുന്ന ഇവന്റെ വിവരമില്ലായ്മയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നീ തള്ളി പറയരുത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. എന്ത് അത്ഭുത പ്രവർത്തി? 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിയവനാണ് നമ്മുടെ കർത്താവ്. എങ്ങനെ? 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിയവനാണ് നമ്മുടെ കർത്താവ്. എന്റെ പൊന്നു വിദേശി, ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിക്കുന്ന ഒരു സംഭവമല്ല. 5000 ഒപ്പം 5 പേരെ കൊണ്ട് തീറ്റിക്കണം, അതാണ് സംഭവം. വീണ്ടും മറുതലയാണല്ലോ പറയുന്നത്. മദ്യപാനിയായ കുഞ്ഞാടെ, എന്തിനാണ് നീ ഇങ്ങനെ മദ്യപിച്ച് നശിക്കുന്നത്? സങ്കടം കൊണ്ടാ എന്റെ പൊന്നു ഉപദേശി. എന്താ നിന്റെ പ്രശ്നം? ഈ ഉപദേശിയോട് പറയൂ. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞില്ലേ? എന്താ കാര്യം? എന്താണ്? ഞങ്ങൾ 5 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച അവൾക്ക് മൊബൈൽ കമ്പനി ജോലി കിട്ടിയത്. അവളിപ്പോ എന്നോട് ചോദിച്ചു പറയാ അവൾക്ക് ലൈഫ് ടൈം കണക്ഷനിൽ താല്പര്യമില്ലാതെ.
വഞ്ചിക്കാരി പെണ്ണെ കഞ്ചിക്കാതടി പൊന്നെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ വഞ്ചിക്കാരി പെണ്ണെ തൊട്ടാവാടി പെണ്ണെ പുന്നാരിൻ കാവിൽ വന്നൻ കരള് കവർന്നോളേ പുന്നാരിൻ കാവിൽ വന്നൻ കരള് കവർന്നോളേ എന്റെ കരളിന്റെ കരളല്ലേ എന്റെ കനവിൽ നീയല്ലേ പെരിയാറിൻ തീരത്തെന്നും കണിയായി നിൽപ്പവളേ പെരിയാറിൻ തീരത്തെന്നും കണിയായി നിൽപ്പവളേ വഞ്ചിക്കാരി പെണ്ണെ കൊഞ്ചിക്കാതടി പൊന്നെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ ഓളം തള്ളും ആറ്റിൻ തീരം തോണി തുഴഞ്ഞു വന്നൊരു പെണ്ണെ നിന്നെ കാണാനായി ഉള്ളു കൊതിക്കുന്നു ഓളം തള്ളും ആറ്റിൻ തീരം തോണി തുഴഞ്ഞു വന്നൊരു പെണ്ണെ നിന്നെ കാണാനായി ഉള്ളു കൊതിക്കുന്നു മനതാരിൽ മാളിക കെട്ടി ഹൃദയത്തിൻ പൂജാമുറിയിൽ പൂജിക്കാം പെണ്ണെ പ്രേമത്തിൻ ഗന്ധം പേറും പൂവുകളാൽ ഹൃദയത്തിൻ തന്ത്രികൾ മീട്ടും ഓർമ്മകളാൽ നിന്നോർമ്മകളാൽ വഞ്ചിക്കാരി പെണ്ണെ കഞ്ചിക്കാതടി പൊന്നെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ നീലക്കായൽ നിന്നെ നോക്കി നാണം കൊള്ളും നൻ പ്രിയമുള്ള തുമ്പി പെണ്ണെ ശിങ്കാരി മനസ്സിൻ്റെ പാടി നീലക്കായൽ നിന്നെ നോക്കി നാണം കൊള്ളും നൻ പ്രിയമുള്ള തുമ്പി പെണ്ണെ ശിങ്കാരി മനസ്സിൻ്റെ പാടി കളിവഞ്ചി തുഴഞ്ഞു നടക്കും ഒളി കണ്ണാൽ എന്നെ നോക്കും പൂമൈനേ പൊന്നെ നിൻചിരിയിൽ കണ്ടു മറ്റൊരു വെൺതിങ്കൾ പ്രേമത്തിൻ സുന്ദര ധന്യമുഹൂർത്തങ്ങൾ ധന്യമുഹൂർത്തങ്ങൾ വഞ്ചിക്കാരി പെണ്ണെ കഞ്ചിക്കാതടി പൊന്നെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ എന്റെ കരളിന്റെ കരളല്ലേ എന്റെ കനവിൽ നീയല്ലേ പെരിയാറിൻ തീരത്തെന്നും കണിയായി നിൽപ്പവളേ പെരിയാറിൻ തീരത്തെന്നും കണിയായി നിൽപ്പവളേ വഞ്ചിക്കാരി പെണ്ണെ കൊഞ്ചിക്കാതടി പൊന്നെ തഞ്ചത്തിൽ തോണിയിലേറാൻ ഞാനും പോന്നോട്ടെ
I supposed to know that something wasn't right here? Oh, baby, baby, I shouldn't have let you go. And now you're right outside, yeah, showing me how you want it to be. Tell me, baby, 'cause I need to know now, because my loneliness is killing me. I must confess, I still believe. When I'm not with you, I lose my mind. Give me a sign. Hit me, baby, one more time. Oh, baby, baby, the reason I breathe is you. Boy, you got me blinded. I'll take it, baby. There's nothing that I wouldn't do. It's not the way I planned it. Show me how you want it to be. Tell me, baby, 'cause I need to know now, because my loneliness is killing me. I must confess, I still believe. When I'm not with you, I lose my mind. Give me a sign. Hit me, baby, one more time. Oh, baby, baby, how was I supposed to know? Oh, baby, baby, I shouldn't have let you go. I must confess that my loneliness is killing me now. Don't you know I still believe that you will be here and give me a sign. Hit me, baby, one more time. My loneliness is killing me. I must confess, I still believe. When I'm not with you, I lose my mind. Give me a sign. Hit me, baby, one more time. My loneliness is killing me now. I must confess, don't you know I still believe that you will be here and give me a sign. Hit me, baby, one more time. കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീ ആരാരോ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. Imagine.
പല 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 മുട്ടായി 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 ബുദ്ധിമുട്ടായി. തെരുവിലിന്ന് തേരോട്ടം കോമരത്തിരയിളക്കും ഇറയാട്ടം ആഘോഷക്കൊടിയേറും ചെമ്മാനച്ചെടിവായി മത്താപ്പിൻ കുടമാറ്റങ്ങൾ. खुदा से मन्नत है मेरी लौटा दे जन्नत वो मेरी खुदा से मन्नत है मेरी लौटा दे जन्नत वो मेरी वो अमन वो चमन का नजारा वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा. കരിനീല കണ്ണിലെന്തടി കവിൾ മുല്ലപ്പൂവിലെന്തടി കിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം